വീണ്ടും വാർത്തകളിലേക്ക്. പത്തനാപുരത്തും UDF BJP ഡീലെന്ന് KB ഗണേഷ് കുമാർ. BJP വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകി. ഡീലിന്റെ ഭാഗമായാണ് 2020 പത്തനാപുരത്ത് മത്സരിച്ചത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടിംഗിന്റെ കണക്ക് പങ്കുവച്ചാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഡീൽ പലയിടത്തും ഈ രീതിയിൽ ഉണ്ട് എന്ന ആരോപണം ഇടത് സ്ഥാനാർത്ഥികൾ ചില ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗണേഷ് കുമാർ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഗണേഷ് കുമാർ പറയുന്നതിൽ ചില സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. കാരണം 2016 BJP സ്ഥാനാർത്ഥി ഭീമൻ രഘുവിന് ലഭിച്ച വോട്ടുകളുടെ കണക്ക് 11,700 അത് 2021 എത്തുമ്പോൾ 12,398 ആകുന്നു. പിന്നീട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം ആ നിയോജക മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകളുടെ കണക്ക് 23,000 അങ്ങനെ സംസ്ഥാനത്ത് 3 സീറ്റുകളിൽ BJP ജയിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് LDF ആണ്. മൂന്നാം സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥി പോയി. അതായത് അവിടെ മത്സരിച്ച BJPയുമായി അത്തരത്തിലൊരു ഡീല് നടന്നിട്ടുണ്ട്. കോൺഗ്രസുമായി ഒരു ഡീല് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനാപുരത്ത് ഒരു പ്രാതിനിധ്യവുമില്ലാത്ത 2020 അവിടെ മത്സരിപ്പിച്ചത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ അവിടെ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് 2020 ആണ്. അങ്ങനെ മറ്റിടങ്ങളിലും ഇതാണ് സംഭവിച്ചത് എന്നാണ് KB ഗണേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. എന്തായാലും UDF BJP ഡീലിൻ്റെ ഭാഗമാണ്. ഒപ്പം തന്നെ പത്തനാപുരം മണ്ഡലത്തിലും ഇരുകൂട്ടരും LDFനെതിരെ പ്രവർത്തിച്ചു. ഇവിടെ ചക്ക ചിഹ്നത്തിൽ 2020 സീറ്റ് നൽകിയത് വഴി അവരുടെ ഡീൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ഡീല് നടന്നു. അതിൻ്റെ വോട്ടിംഗ് ഷെയറുകളുടെ കണക്കാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുകൾ പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ആ വോട്ടുകൾ എവിടേക്ക് പോയി എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കൃത്യമായി 7,000-ലധികം വോട്ടുകൾ മാത്രമേ പത്തനാപുരത്ത് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റ് വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നൊരു കണക്ക് അത് BJP തന്നെ പുറത്തുവിടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രുചീഷ്. ശരി ഷമീർ.